ദ പുവർ ആൻഡ് ദ റിച്ച്, ദരിദ്രരും ധനികരും. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടോ? ലോകത്ത് 700 മില്യൺ ആൾക്കാർ ദിവസം 100 റുപ്പികയിൽ കുറവ് വരുമാനമായി ജീവിക്കുന്നു. 100 അല്ല, 200-ൽ കുറവ് വരുമാനമായി ജീവിക്കുന്നു. അവരെയാണ് ദരിദ്രരെന്ന് ഇൻ്റർനാഷണൽ ഏജൻസീസ് വിളിക്കുന്നത്. ധനം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവാം? എലാൻ മസ്ക് അങ്ങേരെ സമ്പത്ത് 2025 ഡിസംബർ ആയപ്പോഴേക്കും $800 ബില്യൺ ആയി. അത് 7.2 ലാക്ക് ക്രോഴ്സ്. അങ്ങേർക്ക് ദിവസം 100 കോടി വേണമെങ്കിൽ ചിലവാക്കാം. അങ്ങനെ ചിലവാക്കിയിട്ട് ആ സമ്പത്തിൻ്റെ പലിശയൊന്നും ഞാൻ കണക്ക് കൂട്ടിയില്ല. 20-ൽ കൂടുതൽ കൊല്ലം അങ്ങേർക്ക് ചിലവാക്കിക്കൊണ്ടിരിക്കുക. 100 കോടി ഉറുപ്പിക ദിവസം ചിലവാക്കിക്കൊണ്ട് 20 കൊല്ലത്തിൽ കൂടുതൽ കൊല്ലങ്ങൾ $1 ട്രില്യൺ അങ്ങേരെ കമ്പനിയിൽ നിന്ന് അങ്ങേർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ 2.5 ട്രില്യൺ വാല്യൂ ഉള്ള കമ്പനി അതിനെ $8.5 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ ആക്കാൻ പറ്റുമെങ്കിൽ ഹീ സപ്പോസ് ടു ഗെറ്റ് $1 ട്രില്യൺ. ഇത് നടക്കേണ്ടത് വിത്തിൻ ദ നെക്സ്റ്റ് 7-10 ഇയേഴ്സ്. അപ്പോൾ അങ്ങേരെ കണ്ടീഷൻ എന്താവും? കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ GDP സപ്പോസ് ടു ബി $4,400. ഇൻസിഡൻ്റലി വെനിസുവേലയുടെ അതിനെപ്പറ്റി ഇപ്പോൾ കുറേ സംസാരം ഉണ്ടല്ലോ. ഇറ്റ്സ് ഓൺലി $3,100. ഇത്ര വലിയ സമ്പത്ത് അവരുടെ ഭൂമിയിലുണ്ടായിട്ടും ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഡെലിവർ. കാരണങ്ങൾ പലതുമായിരിക്കാം. ദ മെജോറിറ്റി ഓഫ് പുവർ. എല്ലാവരും പുകഴ്ത്തുന്ന ക്യൂബയിലും ദാരിദ്ര്യം മാറിയിട്ടൊന്നുമില്ല. 2019 3 നോബൽ ലോറിയാറ്റ്സ് ഉണ്ടായിരുന്നു എക്കണോമിക്സിന്. അതിലൊരാൾ അഭിജിത് ബാനർജി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളായിരുന്നു. അങ്ങേരും പറഞ്ഞത് 2019 ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ 700 മില്യൺ പീപ്പിൾ ലോകത്ത് ലോ ഇൻകമുള്ള ആൾക്കാരെന്നാണ്. 2024 3 നോബൽ ലോറിയാറ്റ്സ് ഫോർ എക്കണോമിക്സ് ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർ ഡാരൻ അസെമോഗ്ലു അങ്ങേര് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റും പ്രോസ്പെരിറ്റിയും ഉണ്ടാക്കുന്നത് എന്നാണ്. ഇന്ത്യയിൽ 130 മില്യൺ ആൾക്കാരിൻ്റെ അടുത്താണ് ഈ നേരത്തെ പറഞ്ഞ ദിവസം 200 റുപ്പിയയിൽ താഴെ ജീവിക്കുന്നത്. ലോകത്ത് 1.1 ബില്യൺ ആൾക്കാർ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അതിൻ്റെ അടിയിൽ ജീവിക്കുന്നു. എന്താ ഇത്രപ്പെടുത്ത് വ്യത്യാസം? എക്സ്ട്രീം പോവർട്ടിയിൽ 2026 എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും ഇത്ര പെരുത്ത ആൾക്കാർ എക്സ്ട്രീം പോവർട്ടിയിലോ. വർക്കിംഗ് പോവർട്ടി റേറ്റ് ലോകത്ത് 37% കൂടുതൽ കുറഞ്ഞുവെന്ന് പറയണു. ജനസംഖ്യ കൂടുമ്പോൾ അതനുസരിച്ച് പോവർട്ടി നമ്പേഴ്സ് കൂടുന്നില്ല. പക്ഷേ പോവർട്ടി നമ്പേഴ്സ് ഒരു കണക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ല. ഈ പ്രശ്നത്തെപ്പറ്റി എൻ്റെ ചില ഒബ്സർവേഷൻസും ചിന്തയും ഞാൻ ഇനി പറയാം. ദാരിദ്ര്യം ഇന്ന്, ദാരിദ്ര്യം നാളെ. ഇനീക്വാലിറ്റി ഇന്ന്, ഇനീക്വാലിറ്റി നാളെ. നമുക്ക് ലോകത്തെ 3 ഏറ്റവും ധനികരായ ആൾക്കാരെ പറ്റി നോക്കാം. എലാൻ മസ്കിനെ പറ്റി ഞാൻ പറഞ്ഞു. അങ്ങേരെ നെറ്റ് വർത്ത് ഒരു മാസം മുമ്പ് 7.2 ലാക്ക് ക്രോഴ്സ് ആയിരുന്നു. അങ്ങേരിൽ ടെസ്ല എന്ന കമ്പനിയുടെ 15% ഉണ്ട്, സ്പേസ് എക്സിൻ്റെ 42% ആൻഡ് XAI എന്നുള്ള കമ്പനിയുടെ 50%. ഇതാണ് അങ്ങേരുടെ ആസ്തിയുടെ ബേസിസ്. രണ്ടാമത്തെ ലെറ്റ്സ് ലുക്ക് അറ്റ് മാർക്ക് സൂക്കർബർഗ്. മെറ്റ എന്നുള്ള കമ്പനിയുടെ 13% അങ്ങേരെ കയ്യിലുള്ളത്. സാലറി ആയിട്ട് അങ്ങേര് $1 വാങ്ങുന്നുള്ളൂ. പക്ഷേ അങ്ങേരുടെ ആസ്തി 2 ലക്ഷം കോടിയാണ്. വാറൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ ആസ്തി ആവട്ടെ 2.5 ലാക്ക് ക്രോഴ്സ് ആണ്. അങ്ങേര് വളരെയധികം കമ്പനികളിൽ അങ്ങേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ അങ്ങേർക്ക് ഷെയർസ് ഉണ്ട്. എഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്ലയുടെ വാല്യൂ 2+ ട്രില്യൺ എന്നുള്ളതെന്ന് 8.5 ട്രില്യൺ ആക്കാൻ പറ്റിയാൽ എലാൻ മസ്കിന് നേരത്തെ പറഞ്ഞ 7.2 ലാക്ക് ക്രോഴ്സിന് പുറത്തായിട്ട് 9 ലക്ഷം കോടി ഉറുപ്പിക കൂടി കിട്ടും.
ഇതെനിക്ക് പറയാം, ഈ ഫിഗേഴ്സ് ഇത്ര വലിയ ഫിഗേഴ്സ് പറയുമ്പോൾ വായന ആ ഫിഗേഴ്സ് ക്ലിയർ ആയിട്ട് വരുന്ന പോലുമില്ല. ഒരു ദിവസം അങ്ങേർക്ക് അപ്പോൾ എത്ര കോടി ഉറുപ്പ്യ ഫ്രീ ആയിട്ട് ചിലവാക്കാൻ പറ്റും വേണമെങ്കിൽ? അതായത് ഒരു 14-15 ലക്ഷം ഒരു കൊല്ലം അത്ര വരുമാനമുള്ളവർ ഫെഡറൽ പോവർട്ടി ലെവലിൻ്റെ ചോട്ടിലാണ്. അമേരിക്കയിലെ പെർ ക്യാപിറ്റ ഇൻകം ആവറേജ് 34 ലക്ഷമാണ്. അവിടെ നിന്നുള്ള എലാൻ മസ്കിൻ്റെ വരുമാനമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കൂ. ആ രാജ്യത്ത് തന്നെ ആവട്ടെ, ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലെ 200 ഉറുപ്പിക ദിവസം എന്നുള്ളത് കണക്കിലേക്ക് പോകുന്നില്ല. ലോകത്ത് 825 മില്യൺ ആൾക്കാരാണ് ഇപ്പോൾ $3 കുറവ് ദിവസം. $3 എന്ന് പറയുമ്പോൾ 300 ഉറുപ്പികയിൽ ചോട്ടിൽ ദിവസം വരുമാനമുള്ള ആൾക്കാർ. ദൈവത്തിനെന്താ കണ്ണില്ലേ? ദയയില്ലേ? അതോ ദൈവം ഡംബാണോ? ആപ്പിളിലുള്ള ടിം കുക്കിന് അങ്ങേർക്ക് ഫിക്സ്ഡ് ബേസ് സാലറി 27 കോടി ഉറുപ്പികയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കോമ്പൻസേഷനായിട്ട് 2025 അങ്ങേർക്ക് 675 കോടിയും കൂടി കിട്ടി. ഒരു കൊല്ലത്തെ വരുമാനം പറയുന്നത്. ഇന്ത്യൻ ഒറിജിനായ സുന്ദർ പിച്ചൈ, അങ്ങേരെ ബേസിക് ഫിക്സ് സാലറി ഇസ് എ ഹംബിൾ 18 crores പെർ ഇയർ. പെർഫോമൻസ് കോമ്പൻസേഷനായിട്ട് 100 കോടിയിൽ കൂടുതൽ കിട്ടി. ടിം കുക്ക് ഈസ് വർത്ത് 18,000 crores. സുന്ദർ പിച്ചായ് ഈസ് വർത്ത് 10,000 crores. ജഗ്ദീപ് സിംഗ് എന്ന് പറഞ്ഞ് ഒരു EV ബാറ്ററി ടെക്നിക്കൽ കമ്പനി, ക്വാണ്ടം സ്കേപ്പ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി കമ്പനി എന്ന ഒരു കമ്പനിയുണ്ട്. അങ്ങേരെ പേച്ചയ്ക്ക് എത്രയാണെന്നറിയാമോ? 48 കോടി ഉറുപ്പിക ദിവസം. തെറ്റുപറ്റിയില്ല, 17,500 കോടി ഉറുപ്പിക ഒരു കൊല്ലം. നിങ്ങളുടെ ബിവൈൽഡർമെൻറ്റിനെയും ഹോപ്പിനെയും ഞാനൊന്ന് അലസപ്പെടുത്തട്ടെ. ഇൻ ദ ഏജ് ഓഫ് AI ആൻഡ് റോബോട്ടിക്സ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഏജ് ഓഫ് പ്ലെൻറ്റി, സമൃദ്ധിയുടെ ലോകം. അന്ന് വരുമാനം ഒരു സംഖ്യയായിട്ട് കാണുമോ, അതോ എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നുള്ളൊരു ജനറൽ കണ്ടീഷനായിട്ട് മാറുമോ? AI ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ ജോഫ്രി ഹിൻടൺ, യശുവ ബെൻജിയോ, എൻ ലേക്കുൻ, ഇവരെ പറ്റിയൊക്കെ അന്വേഷിക്കൂ. ആൻഡ്രൂ ഇങ്, ഫെയ്ഫൈ ലീ, മുസ്തഫ സുലൈമാൻ, സാം ആൾട്ട്മാൻ, അവരെ പറ്റി അന്വേഷിക്കൂ. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ തോട്ട്സ് എന്താണ് about the AI revolution and age of plenty that will come to us in the near future? സൂപ്പർ റിച്ചായ ആൾക്കാർ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ ചെലവ് എങ്ങനെയാണ്? ഇത്ര പെരുത്ത് പൈസയുള്ളപ്പോൾ ഇതൊന്നും തിന്നു തീർക്കാൻ പറ്റില്ല, കിടക്കയുമ കിടന്ന് തീർക്കാൻ പറ്റില്ല, വീട്ടിൽ താമസിച്ച് തീർക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ അത്ര പെരുത്ത് പൈസ? ഓക്കെ, ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കാം. മാർസിലേക്ക് പോകുന്ന കാര്യം, ഉദാഹരണത്തിന് സ്പേസ് ടൂറിസം, കോളനൈസ് ദ മൂൺ, കോളനൈസ് ഡീപ് സീ. ഇതിലേക്കൊന്നും ഗവൺമെൻറ്റുകൾ പൈസ ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്രേസി ഐഡിയാസ് വേണമെങ്കിൽ അത് ഈ സൂപ്പർ ധനികരിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ബിഗ് ചാലഞ്ചസ്, ബിഗ് ഡ്രീംസ്, അതും പ്രോഗ്രസ് അല്ലേ? പുതിയ സയൻസ്, പുതിയ ടെക്നോളജീസ് ഉണ്ടാവുന്നു. ഏജിങ് പ്രോസസ്സിനെ തടയാനുള്ള ശ്രമം, എനി എമൗണ്ട് ഓഫ് മണി ആ ഏരിയയിലേക്ക്. ഇത്ര പെരുത്ത് ധനം ഉണ്ടായിട്ട് മരിച്ചു പോയാലോ? ദാറ്റ്സ് എ യൂസ്ലെസ് സെനാരിയോ. പല സൂപ്പർ റിച്ചായ ആൾക്കാർക്കും അവരെ ധനമുണ്ടാവുന്നത് ഉള്ള ധനത്തിൻ്റെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ദേ നീഡ് നോട്ട് ബി ആക്റ്റീവ്. പുതിയ കമ്പനി ഉണ്ടാക്കി അവരെ കമ്പനി കുറേ വർക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കി അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം അവർ പ്രൊഡക്റ്റീവായ നമ്മൾ ധരിക്കുന്ന പോലെ ആൾക്കാരാവണമെന്ന് നിർബന്ധമില്ല. ദേ വാണ്ട് ടു ലീവ് ബെറ്റർ, ദേ വാണ്ട് ടു എൻജോയ് സക്സസ് ആൻഡ് ദേ ഡിമാൻഡ് ഹയർ ആൻഡ് ഹയർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൻ്റെ മുകളിലാണ് ലക്ഷറി മാർക്കറ്റ് മുഴുവനും നിലനിൽക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത അത്ര ക്രേസി ഹൈ പ്രൈസസ് ഉള്ള ലക്ഷറി മാർക്കറ്റ്, ലൂയി വിറ്റോൺ, ഹെർമേ, ഇങ്ങനത്തെയൊക്കെ ബ്രാൻഡ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്ര വലുതാണ്? അവരുടെ പ്രൊഡക്ട്സിൻ്റെ വില എത്ര വലുതാണ്?
ഈ 2 ബ്രാൻഡ് മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ളത് അവരെ 18 ലക്ഷം കോടിയാണ്. ഇന്ത്യയിൽ റിലയൻസ് ഇൻഡസ്ട്രീസോ അവരുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? ഞാൻ ധനികർ പൈസ ചിലവാക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഈ സ്പെൻഡ് ത്രിഫ്റ്റ്സ്, സൂപ്പർ റിച്ച് സ്പെൻഡ് ത്രിഫ്റ്റ്സ് എന്തിന് എത്രയൊക്കെ പൈസയാണ് ചിലവാക്കുന്നത്? സയ്യിദ് ഗുസ്തിറേഫ് ആൻഡ് ഖലീജ ഉഷക്കോവ 2016 അവരെ കല്യാണത്തിന് ചിലവാക്കിയത് 9,000 കോടി ഉറുപ്പിക. ഇന്ത്യയിൽ രാധിക മെർച്ചൻറ്റും ആനന്ദ് അംബാനിയും മാരേജിന് ചിലവാക്കിയത് 5,000 കോടി ഉറുപ്പിക 2024. ഒരു സൂപ്പർ ഡീലക്സ് പ്രീമിയം സ്വീറ്റിന് താമസിക്കാനുള്ള സ്ഥലത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു പ്രീമിയം ഹോട്ടലിന് നിങ്ങൾ എത്ര ഉറുപ്പിക ചിലവാക്കാൻ തയ്യാറാണ്? 90 ലക്ഷം ഉറുപ്പിക ഒരു ദിവസത്തേക്ക് ചാർജുള്ള സ്വീറ്റ്സ് ഉണ്ട്. അവിടെ ഞാൻ താമസിക്കുമ്പോൾ ഒരു വില കൂടിയ ഷാമ്പെയിൻ ഓർഡർ ചെയ്യട്ടെ, എൻ്റെ ഒരു കുപ്പി മിഡാസ് ഷാമ്പെയിൻ ബോട്ടിലിൻ്റെ വില 90 ലക്ഷം ഉറുപ്പിക. ഓ, ആ ഹോട്ടലിൽ അതില്ല എന്നാണോ? എന്നാൽ ഞാൻ ഡോം പെരിഞ്ഞോൺ P3 പ്ലെൻറ്റിറ്റ്യൂഡ് ബ്രൂട്ട് റോസ് ഓർഡർ ചെയ്യാം. അത് ചീപ്പാണ്, 5 ലക്ഷം ഉറുപ്പികയുള്ളൂ ഒരു ബോട്ടിലിന്. കാശ്മീർ വൂൾ ആൻഡ് സിൽക്ക് 450 0.5 കാരറ്റ് ഡയമണ്ട്സ് തുന്നി പിടിപ്പിച്ച സ്റ്റുവർട്ട് ഹ്യൂഗ്സ് ഡയമണ്ട് എഡിഷൻ സ്യൂട്ട് ആണ് ഞാൻ കല്യാണത്തിന് ധരിക്കാൻ തീരുമാനിക്കുമെന്ന് വിചാരിക്കും. വില എത്രയാ? 5.6 crores in Indian rupees. തെറ്റുപറ്റിയില്ല, എനിക്ക് ഉള്ളതാണ് പറയുന്നത്. ഓ, അതിന് ഭയങ്കര വിലയാണോ? Let us go for an Alexander Amersu Vanquish bespoke suit. 80 ലക്ഷം ഉറുപ്പികയുള്ളൂ, ചീപ്പ്. ആൻറ്റോണിയോ വിയേട്രിയുടെ മൂൺ സ്റ്റാർ ഷൂസ് വാങ്ങിച്ചാലോ? ഇത്തിരി വില കൂടുതലാണ്. ആ ഷൂസിന് 180 കോടി ഉറുപ്പിക വില. സത്യ പൗൾ ഡിസൈൻ ടൈ ആണെങ്കിലോ അതിന് വലിയ വിലയില്ല, 1.8 crores ഉള്ളൂ ഒരു ടൈക്ക്. പങ്കജ് പരേഖ് ഒരു ഗോൾഡ് ഷർട്ട് ഉണ്ടാക്കി. അയാളോട് ഒരു ഷർട്ടും കൂടി ഉണ്ടാക്കി എനിക്ക് കല്യാണത്തിന് തരാൻ പറയാം. 2.15 crores. എൻ്റെ ഭാര്യയ്ക്ക് എർമയുടെ ഒരു ബിർക്കിൻ ബാഗ്. ഓ, അത് വാങ്ങാനായിട്ട് യു ഹാവ് ടു ക്യൂ അപ്പ്, രജിസ്റ്റർ യുവർ നെയിം. അവർ നിങ്ങൾക്ക് വിറ്റാൽ നിങ്ങളുടെ ഭാഗ്യം. അതിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം, അല്ലാതെ വെറുതെ പോയിട്ട് കാശുണ്ടെന്നും പറഞ്ഞ് വാങ്ങാൻ പറ്റില്ല. അവരുടെ നല്ലൊരു ബാഗിന് 18 കോടി ഉറുപ്പികയാണ്, ഹാൻഡ് ബാഗിന്. നിങ്ങൾ കാശില്ലാത്ത ദരിദ്രവാസിയാണെന്ന് വെച്ചാൽ 9 ലക്ഷത്തിൻ്റെ ഹാൻഡ് ബാഗും ഉണ്ട്. കൈമ കെട്ടണ വാച്ച് വില കൂടിയതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ എന്നുള്ള വാച്ച് 495 കോടി ഉറുപ്പിക റിസ്റ്റ് വാച്ചിൻ്റെ വില. അല്ലെങ്കിൽ അത്രയ്ക്ക് പോകണ്ട അല്ലേ? പാറ്റക് ഫിലിപ്പിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ചൈം 303 കോടി ഉറുപ്പികയുള്ളൂ. അതിനെക്കാട്ടിലും താഴെ വേണോ? പോയി പണി നോക്കൂ. യു ആർ നോട്ട് റിച്ച്. നിങ്ങളായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രോഗ്രസിൻ്റെ ഒരു ഭാഗമാണോ? നിങ്ങൾക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ? ഭക്ഷണത്തിനോ ക്ലീൻ വാട്ടറിനോ മെഡിസിനോ പാവങ്ങളുടെ എഡ്യൂക്കേഷനോ ചിലവാക്കാൻ തയ്യാറാവാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കിയേ? ഇങ്ങനെയാണോ സൂപ്പർ റിച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളയുന്നത്? പക്ഷേ അവരിത്ര പൈസ ചിലവാക്കുമ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, കുറേ ടാക്സും കൊടുക്കപ്പെടുന്നുണ്ട്. പിന്നെ എന്തിനാ സങ്കടം പറയണേ? നിങ്ങളുടെ നിന്ന് കട്ടുകൊണ്ട് പോയിട്ടൊന്നുമില്ലല്ലോ ചിലവാക്കുന്നത്. ജലസി, ദ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ. ഇതിൻ്റെ ഒപ്പം തന്നെ വലിയ ചാരിറ്റിയുടെ സ്റ്റോറീസും ഉണ്ട്. വാറൻ ബഫറ്റ് 5,40,000 കോടി ഉറുപ്പിക ബിൽ ഗേറ്റ്സിൻ്റെ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷന് കൊടുത്തു. ബിൽ ഗേറ്റ്സ് സമാനമായൊരു തുക ആ ഫൗണ്ടേഷനിലേക്ക് ഇട്ടു. വാറൻ ബുഫെ എന്ന് പറഞ്ഞത് നിങ്ങൾക്കത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ജനസഹായത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. ഇത് വലിയ തുകകളാണോ? ഓഹോ, ജയശന്ത് ജി ടാറ്റ, അദ്ദേഹത്തിൻ്റെ പേരിൽ ടാറ്റ ട്രസ്റ്റ് ഇതേവരെ ചിലവാക്കിയത് 9 ലക്ഷം കോടി ഉറുപ്പികയാണ് ചാരിറ്റി ആയിട്ട്. അപ്പോൾ ചീത്ത പറയുമ്പോൾ ഈ ഫിഗേഴ്സും മറക്കരുത്. ഇതെന്താ, നല്ല ക്യാപിറ്റലിസ്റ്റോ?
ഇൻവീഡിയ എന്ന കമ്പനിക്ക് മാർക്കറ്റ് വാല്യൂ 450 ലക്ഷം കോടി ഉറുപ്പിക. ഇന്ത്യയുടെ GDP യെക്കാട്ടിലും കൂടുതൽ. ഇന്ത്യയിലാകട്ടെ 1500 മില്യൺ ആൾക്കാർ ജീവിക്കുന്നു. ജെൻസൺ ഹുവാങ്ങിനെ എൻവിഡിയയുടെ ആളായിട്ടും അദ്ദേഹത്തെ ഇതിൻ്റെയൊക്കെ ഓണറായിട്ടും പലരും ധരിക്കുന്നുണ്ട്. അത് മുഴുവൻ ശരിയല്ല. അദ്ദേഹത്തിന് കമ്പനിയിൽ 3.5% ഷെയർസേ ഉള്ളൂ. ബാക്കിയുള്ളത് ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണ്. അവരിൽ 50% കൂടുതൽ ഷെയർസ് ഉണ്ട് എൻവിഡിയയുടെ. പബ്ലിക് ആൻഡ് ഇൻഡിവിജ്വൽസ് 42%. അപ്പോൾ വെൻ സംബഡി മേക്സ് എ ലോട്ട് ഓഫ് വാല്യൂ ഫോർ എ കമ്പനി, അത് പലപ്പോഴും അയാളുടെ പോക്കറ്റിൽ മാത്രമല്ല പോകുന്നത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്ന ആൾക്കാർ അവരുടെ ധനവും ഈ പറഞ്ഞ ആൾക്കാരുടെ ബുദ്ധി കൊണ്ടും പ്രയത്നം കൊണ്ടും വളരുന്നു. ഈ ഒരു പോയിൻ്റ് പലപ്പോഴും സോഷ്യലിസവും കമ്മ്യൂണിസവും പറയുമ്പോൾ പലരും മിസ് ചെയ്യാറുണ്ട്. ഓണർഷിപ്പ് ഈസ് ഓഫൺ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻവീഡിയയിൽ 7500 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ഷെയർസ്. മിസ്റ്റർ ജെൻസൻ്റെയും അങ്ങേരുടെ വിഷനും ലീഡർഷിപ്പും ഖോറായിട്ടുള്ള ഒരു ചെറിയ ടീം ആൾക്കാരുടെയും പ്രയത്നം അത് എത്രയോ ജനങ്ങൾക്കുള്ള പൈസ വർദ്ധിപ്പിക്കുന്നു. 36,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. എൻ്റെ ഒരു നീസ് എൻവിഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ഭർത്താവ് എൻവിഡിയയിൽ ഒരു ഡയറക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കമ്പനികളിൽ 100 കണക്കിന് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റലിൽ എനിക്ക് വേറൊരു നീസുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഇൻറ്റലിലായിരുന്നു, ഇപ്പോൾ മൈക്രോസോഫ്റ്റിലേക്ക് മാറി. ലോകത്തെ ടോപ്പ് 1% ആൾക്കാരുടെ കയ്യിലാണ് ലോകത്തുള്ള 50% വെൽത്ത്. 1% ആൾക്കാരുടെ കയ്യിലാണ് 50% ലോകത്തിൻ്റെ വെൽത്ത്. റിച്ചസ്റ്റ് 10% അവരുടെ കയ്യിൽ 75-85% ഇടയ്ക്കുള്ള ലോകത്തെ വെൽത്ത് മുഴുവനും. ഇടയ്ക്കുള്ള 40% ആൾക്കാരുടെ കയ്യിൽ 22-23% വെൽത്ത്. അടിയിലുള്ള 50% ആൾക്കാരുടെ കയ്യിൽ 2% വെൽത്തേ ഉള്ളൂ. ഇതാണ് വെൽത്തിൻ്റെ സ്പ്രെഡ്. 1900 കഴിഞ്ഞിട്ട് ഇത്ര പെരുത്ത് വ്യത്യാസമുണ്ടായത് കഴിഞ്ഞ 2-3 ദശവർഷങ്ങളിലാണ്. ഇത് പറയുമ്പോൾ കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ഹങ്കർ, അതിനു വേണ്ടത് $90 ബില്യൺ ഒരു കൊല്ലം മാത്രമാണ്. ഞാൻ ഇന്നലെ വായിച്ചു, US ഡിഫൻസ് ബഡ്ജറ്റ് 850 ബില്യണിൽ നിന്ന് അടുത്ത കൊല്ലവും 2027 ആകുമ്പോൾ ഒരുപക്ഷെ $1.5 ട്രില്യൺ ആയിട്ട് അത് കൂട്ടുമെന്ന്. ഈ ഡെമോക്രസിയും മോറൽസും പറഞ്ഞു നടക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, സമൃദ്ധിയുള്ള രാജ്യങ്ങൾ, വൈ UN itself ഇൻഡിറക്ട്ലി ഈ $90 ബില്യൺ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വെനിസ്വേലയ്ക്ക് ഇപ്പോൾ ട്രംപ് $100 ബില്യൺ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ എങ്ങാണ്ട് അതിനെപ്പറ്റിയുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാവം ജനങ്ങൾ ഹു ആർ ഇൻ മെജോറിറ്റി, അവരുടെ വോട്ട് വാങ്ങി അവരെ ഭരിക്കാൻ കസേര കയറുന്ന ആൾക്കാർ ഇതേവരെ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അതോ പറ്റാണ്ടാണോ? 2024 ലോകത്തിൻ്റെ ഡിഫൻസ് സ്പെൻഡിങ് $2.71 ട്രില്യൺ ആയിരുന്നു. ഞാൻ എല്ലാം ഉറുപ്പികയിലേക്കാക്കി നിങ്ങളെ പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബൈ 2030 അത് $3.6 ട്രില്യൺ ആയിട്ട് മാറും. ഈ തുകയുടെ 2.5-3% പൈസ മാറ്റിവെക്കാമെങ്കിൽ ലോകത്ത് ഹങ്കർ കുഡ് ഹാവ് ബീൻ ഇറാഡിക്കേറ്റഡ്. ഡയർ പോവർട്ടി അവസാനിക്കുമായിരുന്നു. 3% EUവിൻ്റെ GDPയുടെ 5% ഇനി അവർ ഡിഫൻസിന് ചിലവാക്കണമെന്ന് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നിർബന്ധമാണ്, പക്ഷേ ദേ വിൽ ഗെറ്റ് ടു ഡു ദാറ്റ്. അപ്പോൾ ഈ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡ് വിൽ ബിക്കം നിയർലി $4 ട്രില്യൺ. ഇന്ത്യ ഡിഫൻസിന് ചിലവാക്കുന്നത് 86 ബില്യൺ ആണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുറേ പൊളിറ്റീഷ്യൻസിന് വേണ്ടത്
ആംഗ്രി സിറ്റിസൺസ്, ഹംഗ്രി, ആംഗ്രി എന്നാലേ വോട്ട് ചെയ്യുള്ളൂ പറയണ പോലെ. അതിൻ്റെ പേരും പറഞ്ഞ് അവരെ പറ്റിക്കാൻ പറ്റുള്ളൂ. അതാണോ? നമ്മളൊരു വേൾഡ് ഓഫ് പ്ലെൻറ്റി AI സംഭാവനയായിട്ട് വരുമെന്ന് ആഗ്രഹിക്കുന്നു. ഐഡിയൽ യൂണിവേഴ്സൽ മിനിമം ബേസിക് ഇൻകം എല്ലാ രാജ്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വാല്യൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ബാങ്ക് എക്സ്ട്രീം പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ 270 റുപ്യ ദിവസമാണ്. 630 റുപ്യ ദിവസമാണെങ്കിൽ അതിനെ മോഡറേറ്റ് പോവർട്ടി എന്ന് പറയുന്നു. സോളിഡ് സ്റ്റേറ്റ് EV ബാറ്ററി സർദാർജിക്ക് ദിവസ ശമ്പളം 48 കോടി ഉറുപ്പിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. 10% ലോകത്തുള്ള ജനം, 820 million people or thereabouts, they live in extreme poverty even today in 2026 January. അത് 2030 ആവുമ്പോഴേക്കും മാറ്റണമെന്നതിനെ പറ്റി ഒരു സീരിയസ് എഫേർട്സും ആരും ചെയ്യുന്നതായി അറിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫസർ ബാനർജി, നോബൽ ലോറിയാറ്റ് 2019, അങ്ങേര് പറയുന്നത് ടാക്സ് ഹെവൻസ് ഒക്കെ എടുത്ത് മാറ്റണം. പല സജഷൻസും ഉണ്ട്. ഒരു കൃത്യമായ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പണ്ടേ പ്രാബല്യപ്പെടുത്തേണ്ടതായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് വളരെ ഉയർന്ന ഒരു ഇൻകം ലെവൽ വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇൻകമുള്ള ആൾക്കാരിൽ നിന്ന് കാര്യമായ ടാക്സ് ഈടാക്കണം. ഇന്ന് ഡിജിറ്റൽ വേൾഡ് ടാക്സ് ഇവേഷൻ ഈസ് നോട്ട് ഈസി. എത്ര ശക്തിയായ നിയമങ്ങൾ ഉണ്ടാക്കിയാലും അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ബുദ്ധി ഹോമോസാപ്പിയൻസ് കണ്ടുപിടിക്കും. അത് വേറെ കാര്യം. അതൊരു മത്സരമായിട്ട് അങ്ങനെ പോട്ടെ. പക്ഷേ ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എന്ന നിലയ്ക്ക് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? കാറ്റഗറിക്കലി ടാക്സ് ഹെവൻസ് ലോകത്ത് ഒരു രാജ്യത്തിനെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ആരുടെ വാക്കിനാണ് വിലയുണ്ടാകുക? പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ certain percentage of shares are with the public. ഇന്ത്യയിലത്തെ നിയമപ്രകാരം ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 25% ഷെയർസ് ഷുഡ് ബി വിത്ത് ദ പബ്ലിക്. അമേരിക്കയിൽ 12,000 പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് ഉണ്ട്. അതിൽ 2,500 കമ്പനികൾക്ക് ദേ ഹാവ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് $1 billion or more. അതിലത്തെ ഷെയർ ഹോൾഡേഴ്സ് ദേ ആർ ഇൻ മില്യൺസ്. ഇന്ത്യയിൽ 350 അതിൻ്റെ അടുത്തോ ഉള്ള നമ്പേഴ്സാണ് $1 billion കമ്പനീസ് ആയിട്ടുള്ളത്. ബ്രസീൽ, ഇന്തോനേഷ്യ, മെക്സിക്കോ, ഈവൻ നൈജീരിയ ആൻഡ് മൊറോക്കോ, അവരെല്ലാം നമ്മുടെ മനസ്സിൽ ദേ ഷുഡ് ബി ഫേമസ് ഫോർ ഇൻഇക്വാലിറ്റി. പക്ഷേ ആ രാജ്യങ്ങളിൽ സർപ്രൈസ് ഇനീക്വാലിറ്റി ചോട്ടിലേക്ക് പോകുന്നുണ്ട്. 1980 ശേഷം ഇനീക്വാലിറ്റി മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 80s ടാക്സ് റേറ്റ് ഫോർ ദ റിച്ച് റീഗൻ്റെ സമയത്ത് കുറേയും കൂടി ചോട്ടിലേക്കാക്കി. താച്ചറിൻ്റെ സമയത്ത് UK യിലും. പക്ഷേ ഈ ടാക്സ് കട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സായി പുതിയ കുറേ ജോലികൾ ഉണ്ടാക്കുന്നതായി മാറിയില്ല. പിന്നെ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളത് ഗ്രോത്തിന് ഇനീക്വാലിറ്റി ഒരു ആവശ്യമായ ഘടകമാണ് എന്നതാണ്. എത്ര ഇനീക്വാലിറ്റി അതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല. ഇനീക്വാലിറ്റി ഈസ് ദ നേച്ചർ ഓഫ് തിങ്സ്. അത് പ്രകൃതിയുടെ നിയമമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും. ഇന്ന് ഒരു കമ്പനിയിലത്തെ ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയിയും അവിടുത്തെ CEO ആയിട്ടുള്ള ശമ്പളത്തിലുള്ള വ്യത്യാസം 60 മുതൽ 6,000 ഇരട്ടി വരെയാണ്. 6,000. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ലെജിറ്റിമേറ്റ്. ഡിസിഷൻ മേക്കിംഗ് ആൾക്കാർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണ്ടേ? അവരല്ലേ കമ്പനിയുടെ മോട്ടർ. അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്നാണ് ആർഗ്യുമെൻറ്റ്. നേരത്തെ പറഞ്ഞല്ലോ കട്ടിങ് ടാക്സസ് അതുകൊണ്ട് പുതിയ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായില്ല എന്നുള്ളത്. 1945 to 1975 there was a swing of a lot of new jobs being created and this difference in income, ആ വ്യത്യാസം ചെറുതായിട്ട് കുറയാനും. അതിനെ ഇപ്പോൾ കാണുന്നത് ഇറ്റ് വാസ് എ പോസ്റ്റ് വാർ ഗ്രോത്ത്. അത് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല.
അതുകൊണ്ട് തന്നെ ഇനിക്വാലിറ്റിയും ഗ്രോത്തുമായിട്ട് ഒരു കോറിലേഷനും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇൻഫാക്റ്റ് കൂടുതൽ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവുന്നത് ഇനീക്വാലിറ്റി കുറയുമ്പോഴാണ്. ഈ ഇനീക്വാലിറ്റി കാരണം പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സഫേഴ്സ്. ലോട്ട് ഓഫ് ടാലൻറ്റ് ഈസ് വേസ്റ്റഡ്, ആസ്പിറേഷൻസ് ഗോ ഡൗൺ, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് മീൻസ് ലെസ് കോമ്പറ്റീഷൻ. അതല്ലേ സത്യമായ സ്റ്റോറി. ലോകത്തെ 1000 ഏറ്റവും ധനികരായ ആൾക്കാരെ നോക്കിയാൽ അവരുടെ ഇൻകം ഗ്രോത്ത് ബിറ്റ്വീൻ 1995 and 2021 that was 3 times higher than even the top 1%. അതായത് ലോകത്തെ ഏറ്റവും ധനികർ കുറേയും കൂടി ധനികരായി മാറുന്നു. മൊണോക്കോവിൽ ടോപ്പ് 1% എന്ന് പറയുന്നത് അവരുടെ ആവറേജ് അസറ്റ് ഈസ് $12.9 million. US 1% ആൾക്കാർ $5.8 million. ഇന്ത്യയിൽ $100,000 or more, $1 കോടി ഉണ്ടെങ്കിൽ യു ആർ ഇൻ ദ 1% ബ്രാക്കറ്റ്. വളരെ പ്രോഫിറ്റബിളായ കമ്പനിയുടെ അർത്ഥം അവർ കണ്ടിന്യൂസ് ആയിട്ട് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ടു ന്യൂ എൻ്റർപ്രൈസസ് എന്നല്ല. പ്രോഫിറ്റബിൾ എന്നതിൻ്റെ അർത്ഥം മോണോപോളിയുടെ ധ്വനിയുണ്ട്, അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ടേക്ക് അവേ മിഡിൽ സ്കിൽഡ് ജോബ്സ്. ഇന്ത്യയിലാകട്ടെ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ആൾക്കാർ അവരാണ്. എലൈറ്റ് എഡ്യൂക്കേഷൻ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ്, അതൊക്കെ അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ഹാങ് ഓവറിൻ്റെ ഫലമായി കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, അതല്ലേ പലരെയും മനസ്സിൽ പേരുള്ളത്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലത്തെ MIT, ഹാർവാർഡും ഒക്കെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ്. ഓക്സ്ഫോർഡിൽ ട്യൂഷൻ ഫീസ് 60,000 പൗണ്ടാണ്. ലിവിങ് എക്സ്പെൻസ് 25,000 pounds. രണ്ടും കൂടി $1 കോടി കൂടുതൽ ഒരു കൊല്ലം. ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് 3 കൊല്ലം വേണം. സ്പെഷ്യലൈസ്ഡ് സയൻസ് സബ്ജക്ട്സ് ആണെങ്കിൽ 4-5 കൊല്ലം. മെഡിസിൻ 6 കൊല്ലം. മാസ്റ്റേഴ്സ് 1-2 കൊല്ലം. PhD further 3-4 years. Who can afford this? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് AI ആൻഡ് റോബോട്ടിക്സ്, the world economy will be able to afford a respectable universal basic income. അത് എന്നേക്ക് നടക്കും? In the next 10 years? In the next 25 years? ആർക്കെങ്കിലും കൃത്യമായി പ്രവചിക്കാൻ പറ്റുമോ? പാവപ്പെട്ട ഫാമിലീസ് എന്നുള്ള ആബ്സല്യൂട്ട്ലി ബ്രെയിനി ആയിട്ടുള്ള കുട്ടികൾക്ക് they can never get into top universities because their parents can't afford it. അതിനെപ്പറ്റി ഡ്രീം ചെയ്യാൻ പോലും ധൈര്യപ്പെടുന്നില്ല. വേസ്റ്റഡ് ബ്രെയിൻസ്, ലോസ്റ്റ് ഷേക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ഫോർ ദ സൊസൈറ്റി, ഫോർ ദ കൺട്രി. നഷ്ടം എല്ലാവരുടെയും. ഡെമോക്രസി പോവർട്ടി ഇറാഡിക്കേഷനിൽ കാര്യമായിട്ടൊന്നും ചെയ്തതായി ഞാൻ ധരിക്കുന്നില്ല. ക്യാപിറ്റലിസം ആകട്ടെ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. ഞാൻ USSRൻ്റെ സമയത്ത് അവിടെ വിദ്യാഭ്യാസം ലഭിച്ച ആളാണ്. ചില കാര്യങ്ങൾ നല്ലത് കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. There was job guarantee, free medical care and free education for all, poor or so-called more or less well-to-do. ധനികർ അവിടെ പാടില്ലായിരുന്നല്ലോ. Advanced socialism was the claim. I saw it, I lived there. പക്ഷേ കുറേ കൊല്ലം മുമ്പാണെന്ന് മാത്രം. എല്ലാ ഷൈനും ഗ്ലിറ്ററും ഉണ്ടെങ്കിലും 40 മില്യൺ ജനം അമേരിക്കയിലും ഒഫീഷ്യൽ പോവർട്ടി ലൈൻ്റെ അടിയിലാണ് ജീവിക്കുന്നത്. വിച്ച് ഈസ് എ സ്റ്റാഗറിങ് 11% ഓഫ് ദ പോപ്പുലേഷൻ. പോവർട്ടി ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, US ഒരു കൊല്ലം 14 ലക്ഷമാണ് പെർ സിംഗിൾ പേഴ്സൺ. 19 lakhs for 2 and 29 lakhs a year for a family of 4. നമ്മുടെ റിയാലിറ്റി ആയിട്ട് യാതൊരു കമ്പാരിസണുമില്ല. ഈ പറഞ്ഞ തുക ഇന്ത്യയിലത്തെ മിഡിൽ ക്ലാസ്സോ അപ്പർ മിഡിൽ ക്ലാസ്സോ എന്ന് പറയേണ്ടി വരും. 40 കൊല്ലമായിട്ട് ചൈന 800 മില്യൺ ആൾക്കാരെ എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. 17% ആൾക്കാർ അവിടെ ഇപ്പോഴും ദേ ആർ ലിവിങ് അണ്ടർ മിഡിൽ ഇൻകം ബെഞ്ച് മാർക്ക്, വിച്ച് ഈസ് ആ രാജ്യത്ത് 2.5 lakhs
a year. ഡെമോക്രസി, ഡെമോക്രസിയിൽ എലക്ഷൻസ് ആരാ ഫണ്ട് ചെയ്യണേ? ആരാ പാർട്ടികൾ ഫണ്ട് ചെയ്യണേ? അതില്ലാണ്ട് ഡെമോക്രസി ഇല്ലല്ലോ. ഡെമോക്രാറ്റിക് സിസ്റ്റം ആ ഫണ്ടിങ് ഇല്ലാണ്ട് നടത്താൻ പറ്റില്ലല്ലോ. The MPs, legislators, who are the people behind them funding them? The rich, the ultra rich, not the poor. സാധാരണക്കാരന് വോട്ട് ചെയ്യാം, അവരുടെ റോൾ അതോടുകൂടി കഴിഞ്ഞു. ഏത് നിയമങ്ങളാണ് പാസ്സാക്കേണ്ടതെന്ന് ആരാണ് നിർദ്ദേശിക്കുന്നത്? എനിക്ക് വിസ്ഡം ഓഫ് ദ മാസസ് എന്നുള്ളതിൽ വിശ്വാസമില്ല. എനിക്ക് എൻ്റെ അറിവിൽ ഡെമോക്രസി ഹാസ് നോട്ട് ഡെലിവേർഡ് ജസ്റ്റിസ്. നമ്മുടെ എല്ലാവരെയും ബ്രെയിൻ വ്യത്യസ്തമാണ്. നമുക്കെല്ലാവർക്കും വിത്ത് നോ എക്സെപ്ഷൻസ്, ചേട്ടൻ, അനിയൻ, മോള്, മോൻ, the brain has unique wiring and chemistry that contribute to adaptability, creativity, and logical thinking. Variations of neural connections, regional density, neurotransmitter balance, hemispheric specialization, synapse count, all these. വലിപ്പം മാത്രമല്ല ബ്രെയിൻ്റെ. 25% ആൾക്കാർക്ക് കുറച്ചെങ്കിലും അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടെന്ന് ആശിക്കാം. They are able to focus on logic and patterns. പക്ഷേ when it comes to creative thinking in combination with analytical mind, പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസിന് മനസ്സിലുണ്ടാകാനായിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ടിന് അങ്ങനത്തെ ആൾക്കാർ 1% കുറവാണ്. ഒരു സൗത്ത് കൊറിയൻ ആൾക്കാണ് യാങ് ഹുൻ കിം ഏറ്റവും ദ ഹയസ്റ്റ് IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ്. നമുക്ക് ഇപ്പോൾ ബ്രെയിൻ്റെ ശക്തി നോക്കുന്നതിൽ ദാറ്റ്സ് ദ അക്സെപ്റ്റഡ് നോം, റൈറ്റ് ഓർ റോങ്, ഇസൻറ്റ് ഇറ്റ്? എലാൻ മസ്കിൻ്റെ IQ പബ്ലിക്കലി അവൈലബിൾ ഡാറ്റ പ്രകാരം 160 പക്ഷേ ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്സ് അതും IQ സ്കോറുമായിട്ട് ഡയറക്റ്റായിട്ട് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സിറ്റി ഓഫ് ഇൻ്റലിജൻസ്, problem solving capacity, innovation, leadership skills, risk taking capacity, opportunities, chances that come your way, all these matter. On the physical side, Ronnie Coleman 140 kilo, Hafthor Bjornsson 200 kilo weight ഒരാളുടെ, ബ്രാൻ ഷോ 195 kilogram, സിദ്രൂന സവിസ്കസ് 160 kilogram. ഇവർക്കെല്ലാവർക്കും they had exceptional genetics, hard work ethics, sufficient calorie intake, and they became kings that they became. ആൽബർട്ട് ഐൻസ്റ്റൈനും നിക്കോള ടെസ്ല, ടെറൻസ് ടാവോ, ക്രിസ്റ്റോഫർ ഹിരാറ്റ, സ്റ്റീഫൻ ഹോക്കിങ്സ്, അവർക്കെല്ലാവർക്കും വളരെ ഹൈ IQ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീയിങ് എക്സ്ട്രീംലി സ്മാർട്ട്. ക്യൂരിയോസിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി, സെൽഫ് അവെയർനെസ്, ഡിസിപ്ലിൻ, ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് ദേ ഡു മാറ്റർ. ഇതിൻ്റെ എല്ലാം മുകളിൽ ചാൻസ് എന്നുള്ള സാധനം, അതാണ് ഭാഗ്യലക്ഷ്മി. ചാൻസ്. കേരളത്തിൽ ഇന്ന് 2.82 ലക്ഷം പ്രൈമറി സ്കൂൾ എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ 1% 2800 കുട്ടികളാണ്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് സ്പെഷ്യൽ കെയറും സ്പെഷ്യൽ എഡ്യൂക്കേഷനും കൊടുത്ത് നന്നാക്കി വലുതാക്കുന്നതാണ് ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ടത്. അത് ഗവൺമെൻറ് ചെയ്യോ അതോ പ്രൈവറ്റ് എൻ്റർപ്രനേഴ്സ് ഒരുമിച്ച് ചേർന്ന് ചെയ്യോ എന്നത് വേറെ കാര്യം. They will be the dynamo of tomorrow's growth. Majority of us accept information passively. Critical thinking എന്ന് വെച്ചാൽ mastering critical skills, better reasoning, problem solving, decision making, അങ്ങനത്തെ കാര്യങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കുക, questioning assumptions, seeking evidence, analyzing diverse views and arriving at logical, well-supported conclusions. എനിക്ക് ജീവിതത്തിൽ എനിക്ക് കുറേ അറിയാം, അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു എല്ലാവരും പോലെ തന്നെയുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നു. ഞാനത് മാറ്റി. ഞാൻ ഇന്ന് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല. അതേ സമയത്ത് ക്ഷമയോടുകൂടി നിങ്ങളുടെ അഭിപ്രായം കേട്ട് അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടോ എന്ന് നോക്കും. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ട് എന്ത് മെച്ചമുള്ളത്?
നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യില്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാനും പുതിയ ഒരു തീരുമാനത്തിലേക്ക് മാറാനും അങ്ങനത്തെ ഒരു ഭാവത്തിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം, ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെടാനുള്ള ഒന്നും ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. പക്ഷേ ജനങ്ങളുടെ ബുദ്ധി, ക്രൗഡിലിൻ്റെ തന്നെത്താനുള്ള ബുദ്ധി, ആർ യു സീരിയസ്? കുറച്ച് ആൾക്കാർ എന്തുകൊണ്ടോ ചില തീരുമാനങ്ങളിലെത്തി അവിടെ തന്നെ സ്റ്റക്കായിട്ട് ജീവിതം മുഴുവനും മുന്നോട്ട് പോകുന്നു, മാറാൻ തയ്യാറല്ല. അതുകൊണ്ടല്ലേ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചേട്ടൻ ശതമാനം എന്ത് ചെയ്താലും മാറാൻ പോകുന്നില്ല എന്ന് ഹാർഡ് കോറായിട്ടുള്ള ആ പാർട്ടിയിലത്തെ വിശ്വാസികൾ, അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഫ്ലോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാ കളിയും ഡെമോക്രസിയിൽ. ഇന്ന് അതൊരു സയൻസായി മാറി. അതിനുള്ള സ്പെഷ്യലൈസ്ഡ് കമ്പനീസ് ഉണ്ട്. കാശ് കൊടുത്ത് അവരെ ഹയർ ചെയ്യാൻ പറ്റും. ദേ വിൽ മാനേജ് യുവർ എലക്ഷൻസ്. മാസസ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഇൻ മൈറിഡ് വേയ്സ്. അതാണ് കഷ്ടം. ഇന്ത്യയിൽ എത്ര ശതമാനം റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ പാർലമെൻറ്റിലായിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിക്കോട്ടെ ശമ്പളം മാത്രമായിട്ട് ജീവിക്കുന്നുണ്ട്? ഇതൊരു ഓപ്പൺ ട്രൂത്ത് അല്ലേ? അതിനെപ്പറ്റി പറയുന്നത് പോപ്പുലർ അല്ല എന്നോ? എത്ര പേർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ട്, ഫോർ ഹെവൻസ് സേക്ക്? എത്ര രാജ്യങ്ങളിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് ഒലിഗാർഹിയെ ട്രിം ചെയ്യാൻ പറ്റും, പറഞ്ഞ വരയിൽ നിർത്താൻ പറ്റുമോ? സത്യം കടിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് എന്താ അർത്ഥം? പോവർട്ടി ഈസ് ഹിയർ ടു സ്റ്റേ. പോവർട്ടിയിലെ ലെവൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കാമെന്നേ പറ്റുള്ളൂ എന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽത്ത് ക്രിയേറ്റഡ്, ഓൺഡ് ബിയോണ്ട് എ ലിമിറ്റ്, അതിനൊരു എഗ്രിമെൻ്റായിട്ട് അതിൽ നിന്ന് ദർ ഷുഡ് ബി മോർ ടാക്സസ്. ഓക്കെ, ടാക്സ് ആയിട്ട് വേണ്ട, അവരോട് പറഞ്ഞ് ആ പൈസ കുറേ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ചിലവാക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്ന മതവും അതിനെ പറ്റിയല്ലേ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ ഞാൻ നമ്പേഴ്സൊന്നും പറയില്ല. കുറേ പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതിൽ നിന്ന് ഒന്നും മടങ്ങി ആഗ്രഹിച്ചിട്ടോ അവരെന്നോട് താങ്ക്ഫുൾ ആവണമെന്ന് പോലും പറയുന്നില്ല. ഒരു ടെക്നോക്രാറ്റിക് ഗവൺമെൻറ് where the future is clearly envisioned, അങ്ങനത്തെ ഒരു ഗവൺമെൻറ് അല്ലേ നമുക്ക് വേണ്ടത്? അതുണ്ടാവുമെന്ന് ആഗ്രഹിക്കാം. പോവർട്ടി ഇറാഡിക്കേഷൻ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതകാലത്ത് ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കാം.